എല്ലാ വർഷവും ആപ്പിൾ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് റിലീസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ആ വർഷം അല്ലെങ്കിൽ ആ ഒരു അപ്ഡേറ്റിൽ വരാൻ പോകുന്ന പുതിയ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സ് നമുക്ക് വേണ്ടി നേരത്തെ റിലീസ് ചെയ്യുക എന്നുള്ളത് സ്ഥിരം നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്. ഈ വർഷവും യാതൊരു മാറ്റവുമില്ല. അടുത്ത മാസം ജൂൺ 10-നാണ് ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ്, അതായത് WWDC. ആ ഒരു ഇവൻറ്റിൽ വെച്ചാണ് നമുക്ക് iOS 18 ആപ്പിൾ ആദ്യമായിട്ട് അൺവീൽ ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അപ്കമിങ് ആയിട്ടുള്ള iOS 8 വരുന്ന കിടിലൻ ഫീച്ചേഴ്സാണ് ആപ്പിൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ ദിസ് ഇസ് മീ വിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇങ്ങനെ ഏർലി റിലീസ് നടത്തുന്ന പല ഫീച്ചേഴ്സും കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്. പേഴ്സണൽ വോയിസ് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചർ, ഇത് വരാൻ പോകുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പല സൂചനകളും നമുക്ക് തരുന്നതാണ്. എന്നാൽ ഈ വർഷം iOS 18 വരുമ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫീച്ചറാണ് ഐ ട്രാക്കിങ്. ഇത് ആപ്പിൾ തന്നെ അവരുടെ വെബ്സൈറ്റിൽ ഷോ ഓഫ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഐപാഡും ഐഫോണും നമുക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് iOS 18 ഐപാഡിലും ഐഫോണിലും നമുക്ക് കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട്, കണ്ണിൻ്റെ ട്രാക്കിംഗ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിവൈസ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം വിഷൻ പ്രോ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പല ടെക്നിക്കുകളും, എസ്പെഷ്യലി ഡ്വെൽ കൺട്രോൾ എന്ന് പറയുന്നത്, അത് നമ്മളെ കുറേ നേരം നമ്മളെ കണ്ണുകൾ ഒരു സ്പെസിഫിക് സെറ്റിങ്സിൽ മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സെറ്റിങ്സ് ആക്സസ് ചെയ്യാനും അതിൻ്റെ മറ്റു ഓപ്ഷൻസിലേക്ക് പോകാനും സാധിക്കും. അപ്പോൾ ഐ ട്രാക്കിംഗ് എന്ന് പറഞ്ഞ ഈ ഒരു ആക്സസിബിലിറ്റി ഫീച്ചർ മിക്കവാറും iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളും കൊണ്ടുവരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമുക്ക് ഫേസ് ഐ ഡി ഫ്രണ്ട് ഫേസിങ് ക്യാമറ, അതിൻ്റെ സെൻസേഴ്സൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും മിക്കവാറും ഈ ഒരു ഫങ്ഷണാലിറ്റി വർക്ക് ചെയ്യുന്നത്. കാരണം ഈ ഒരു ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫങ്ഷണാലിറ്റി പ്രീവിയസ്ലി അല്ലെങ്കിൽ നിലവിലുള്ളത് നമ്മുടെ വിഷൻ പ്രോ എന്ന് പറയുന്ന ഡിവൈസിലാണ്. അതിൽ നമുക്ക് ഐ ട്രാക്കിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും, സെറ്റിങ്സ് ആണെങ്കിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാനും സെലക്ട് ചെയ്യാനൊക്കെ സാധിക്കും. അല്ലാതെ ഹാൻഡ് ജെസ്റ്റേഴ്സ് ഉപയോഗിക്കാം. അപ്പോൾ അതിൽ നിന്ന് കടമെടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് ആപ്പിൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ഇതിലേക്ക് നമ്മുടെ ഐഫോണിലേക്കും ഐപാഡിലേക്കും iOS 18 ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിലെ അടുത്ത ഫീച്ചറാണ് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. ആപ്പിൾ മ്യൂസിക്കിൽ ആപ്പിൾ കൊണ്ടുവരാൻ പോകുന്ന ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. അതായത് നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് ആപ്പിൾ മ്യൂസിക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾ മ്യൂസിക് പ്ലേ ചെയ്യുമ്പം അതിൻ്റെ അപ്സ് ആൻഡ് ഡൗൺസും അതിൻ്റെ ഓരോ താളം അനുസരിച്ച് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് ഹാപ്റ്റിക് എഞ്ചിൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിവൈസ് മൊത്തവും നമുക്കൊരു ഫീഡ്ബാക്ക് ലഭിക്കും. അത് എനിക്ക് തോന്നുന്നത് ആക്സസിബിലിറ്റി ഫീച്ചറിൽ ഏറ്റവും കൂടുതൽ മിക്ക യൂസേഴ്സും നമ്മളെല്ലാവരും തന്നെ യൂസ് ചെയ്യാൻ പോകുന്നൊരു ഫീച്ചറായിരിക്കും. കാരണം അതൊരു വേറെ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു കോൺസെപ്റ്റാണ്. ആ ഒരു പാട്ടിനനുസരിച്ച് കൊണ്ടുവരാൻ പോകുന്ന ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക്, അത് ഏത് രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളത്. അത് പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ആ സ്ക്രീൻഷോട്ടിൽ സൈഡിലായിട്ട് നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് എനേബിൾ ചെയ്തേക്കുന്നതിൻ്റെ ഒരു ഐക്കൺ അല്ലെങ്കിൽ ഗിഫ് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഇതിൽ വലിയൊരു മാറ്റം വരാമെന്നത് വോക്കൽ ഷോർട്ട് കട്ട്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. നമുക്ക് നിലവിലുള്ള സിറി ഷോർട്ട് കട്ട്സും ഓട്ടോമേഷൻസും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതേ ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു വോയിസ് റെക്കോർഡ് ചെയ്തേക്കുന്ന ഒരു വോയിസ് നമുക്ക് പ്ലേ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ആക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പുതിയ കോൺസെപ്റ്റാണ് iOS 18 വരാൻ പോകുന്നത്. ഈ അനൗൺസ് ചെയ്ത ഫീച്ചേഴ്സിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു ഫീച്ചറാണ് മോഷൻ ക്യൂ എന്നുള്ളത്, വെഹിക്കിൾ മോഷൻ ക്യൂ. അപ്പോൾ ഈ മോഷൻ സിക്നസ് നമ്മുടെ യാത്ര അല്ലെങ്കിൽ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ചിലപ്പം വൊമിറ്റിങ് അല്ലെങ്കിൽ ഹെഡ് ഏക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നവർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിരിക്കും. അതായത് നമ്മുടെ ഡിവൈസിൽ ഫോൺ ഇപ്പം നോക്കുന്ന ടൈമിൽ നമുക്കതിൽ ഡോട്ട്സ് പ്രൊജക്റ്റ് ചെയ്യും. ഈ വിഷ്വലി അപ്പിയർ ആകുന്ന ഡോട്ട്സ് അത് നമ്മൾ ഓരോ ടേൺ എടുക്കുന്നതും അല്ലെങ്കിൽ മോഷൻ ചെയ്യുന്ന അനുസരിച്ചും നമുക്ക് ആ ഒരു ജൈറോസ്കോപ്പിൻ്റെ സഹായത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ടേൺ ചെയ്യും. ഇപ്പോൾ റിവേഴ്സ് പോകുമ്പം അല്ലെങ്കിൽ ഫോർവേഡ് പോകുമ്പം അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് ടേൺസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഡോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു മോഷൻ സിക്നസ് എന്ന് പറഞ്ഞ പ്രോബ്ലത്തിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതൊരു കൺവിൻസിംഗ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നീട് വലിയൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നത് കാർപ്ലേയിലാണ്. ഈ ഒരു ആക്സസിബിലിറ്റി ഫീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് ഐഫോണിലുണ്ടായിരുന്ന 2-3 ഫീച്ചേഴ്സ് കാർപ്ലേയിലേക്കും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. ഒന്നാണ് വോയിസ് കൺട്രോൾ. അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് വോയിസ് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് കാർപ്ലേ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വിഷ്വൽ ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് കാർപ്ലേയിൽ. ഫോർ എക്സാമ്പിൾ ടെക്സ്റ്റ് സൈസുകൾ, ഐക്കൺ സൈസുകൾ, ഇതൊക്കെ നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അതുപോലെ തന്നെ സൗണ്ട് റെക്കഗ്നീഷൻ. നിലവിൽ നമുക്ക് ഐഫോണിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് സൗണ്ട് റെക്കഗ്നീഷൻ. ഇതേ സെയിം സൗണ്ട് റെക്കഗ്നീഷൻ ഫീച്ചർ ആപ്പിൾ കാർപ്ലേയിലേക്കും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറ്റൊരു വണ്ടി ഹോൺ അടിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ വാഹനത്തിനകത്ത് ഒരു പട്ടി കുരയ്ക്കുന്നതോ അല്ലെങ്കിൽ ഒരു കുഞ്ഞ് കരയുന്നതിൻ്റെയോ ഇങ്ങനെയുള്ള മോഷൻസ് കാര്യങ്ങളൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കും. അത് ഐഫോണിലുള്ള പോലെ തന്നെ നമ്മൾ കാർപ്ലേ വാഹനത്തിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് ആ ഒരു പോപ്പപ്പ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ തരുന്നതായിരിക്കും. അത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടൊരു ഫീച്ചർ തന്നെയാണ്. അതോടൊപ്പം ഐഫോണിൽ ഇപ്പം നിലവിലുള്ള പോലെ കളർ ബ്ലൈൻഡ്നെസ്
നേരിടുന്ന ആളുകൾക്ക് കളർ ഫിൽറ്റർ ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട് ഈ ഒരു കാർപ്ലേയിലേക്ക്. നമുക്കിപ്പോൾ അറിയാം ക്ലാസിക് ഇൻവേർട്ട്, സ്മാർട്ട് ഇൻവേർട്ട്, അതോടൊപ്പം കളർ ഫിൽറ്റർ ഓപ്ഷൻസ് ധാരാളമാണ്. സോ ഇങ്ങനെ കളർ ഫിൽറ്റർ ഓപ്ഷൻസും ആപ്പിൾ കാർപ്ലേയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നീട് കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പ്രായമാകുമ്പോൾ നമുക്കറിയാം കാഴ്ച ശക്തി കുറയും. അതോടൊപ്പം മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട് കാഴ്ച ശക്തി കുറവുള്ളവർക്ക് ആപ്പിൾ കൊണ്ടുവരുന്ന മറ്റൊരു ഫീച്ചറാണ് ഈ ഒരു ഹോവർ ടൈപ്പിംഗ് എന്നുള്ളത്. അതായത് നമ്മൾ എന്തെങ്കിലും ലോങ് സെൻറ്റൻസുകൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസേഴ്സിന് പ്രിഫർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു കംപ്ലീറ്റ് ടെക്സ്റ്റും വളരെ ലാർജ് ആയിട്ടുള്ള രീതിയിൽ കാണാൻ അല്ലെങ്കിൽ അപ്പിയർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഹോവർ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. പിന്നീട് യാതൊരു കുഴപ്പമില്ലെങ്കിലും മിക്ക ഐഫോൺ യൂസേഴ്സിൻ്റെയും ഫോണിൽ എനേബിൾ ചെയ്തേക്കുന്ന മറ്റൊരു ഫംഗ്ഷനാലിറ്റിയാണ് അസിസ്റ്റീവ് ടച്ച്. ഈ ഒരു അസിസ്റ്റീവ് ടച്ച് നമുക്ക് ഹോം ബട്ടൺ അല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമുക്ക് പല ഫംഗ്ഷനാലിറ്റീസ് ഒരൊറ്റ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതാണ് ഈ ഒരു അസിസ്റ്റീവ് ടച്ചിൻ്റെ ഗുണം. സോ ഈ ഒരു അസിസ്റ്റീവ് ടച്ച് എന്ന് പറയുന്ന ഫംഗ്ഷനാലിറ്റി കുറച്ചും കൂടെ ലെവലപ്പ് ചെയ്യുവാണ് ആപ്പിൾ iOS 18 വരുമ്പോൾ. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് പാഡ് ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇപ്പം നമുക്കറിയാം ഈ ഒരു ബട്ടൺ മാത്രമാണുള്ളത്. ഈ ഒരു ബട്ടണിൽ നിന്ന് നമുക്ക് പല ഓപ്ഷൻസിലേക്ക് കസ്റ്റമൈസ് ചെയ്യാം, അല്ലെങ്കിൽ പല ഓപ്ഷൻസിലേക്ക് പോകാൻ സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ഈ ഒരു ബട്ടണിന് പകരം ആപ്പിൾ ഒരു കംപ്ലീറ്റ് ട്രാക്ക് പാഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു ഈ ഒരു അസിസ്റ്റീവ് ടച്ചിൻ്റെ ഭാഗമായിട്ട്. സോ ട്രാക്ക് പാഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജസ്റ്റ് സ്വൈപ്പ് ജസ്റ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരേ പ്ലേസിൽ നിന്ന് തന്നെ പല ഏരിയയിലേക്കും അല്ലെങ്കിൽ പല ഓപ്ഷൻസിലേക്കും ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് കഴിഞ്ഞ വർഷം നമ്മൾ കണ്ട ഒരു അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു ഫംഗ്ഷനാലിറ്റിയാണ് ഈ ഒരു പേഴ്സണൽ വോയിസ് എന്ന് പറയുന്നത്. പേഴ്സണൽ വോയിസിനും ആപ്പിൾ മറ്റൊരു ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടെ എൻഹാൻസ്മെൻറ്റ്സ് ആപ്പിൾ iOS 18 കൊണ്ടുവരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു പേഴ്സണൽ വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ നമ്മൾ വലിയ സെൻറ്റൻസുകൾ നമ്മൾ കണ്ടിന്യൂസ്ലി പറയണമായിരുന്നു. അത് ഏകദേശം പറഞ്ഞിരുന്നത് 10 to 15 മിനിറ്റ്സോളം നമ്മൾ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ കാര്യങ്ങൾ സംസാരിച്ചാൽ മാത്രമേ ഉള്ളൂ ആ ഒരു വോയിസ് അല്ലെങ്കിൽ ആ ക്ലിപ്പിംഗ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മുടെ ഈ ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ സഹായത്തോടെ പേഴ്സണൽ വോയിസിനെ ട്രെയിൻ ചെയ്യുകയും നമുക്ക് ആ ഒരു ഫീഡ്ബാക്ക് തരുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പം പുതിയ iOS 18 വരുന്നതോടെ നമുക്ക് വളരെ ഷോർട്ടൺ ആയിട്ടുള്ള ഫ്രേസുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പേഴ്സണൽ വോയിസ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ മാഗ്നിഫയർ എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ അതിലും കുറേയധികം ഇംപ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ എൻഹാൻസ്മെൻറ്റ്സ് ആപ്പിൾ iOS 18 കൊണ്ടുവരുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ്. നമുക്ക് റീഡിംഗ് മോഡ്, അതായത് നമ്മൾ മാഗ്നിഫയർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു ടെക്സ്റ്റുകളൊക്കെ റൈറ്റ് ചെയ്തേക്കുന്ന എന്തെങ്കിലും ഒരു ബോർഡിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ പോയിന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് റീഡിംഗ് എന്ന് പറയുന്ന റീഡിംഗ് മോഡ് എന്ന് പറയുന്ന പുതിയൊരു മോഡ് ആപ്പിൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ നമുക്ക് ഈ ഒരു രീതിയിൽ, ഇതാണ് അതിൻ്റെ ഒരു UI, ഈ ഒരു രീതിയിൽ നമുക്ക് റീഡ് ചെയ്യാനും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വായിക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം iPhone 15 Pro സീരീസ് മുതൽ നമുക്കറിയാം ആക്ഷൻ ബട്ടൺ ഫംഗ്ഷനാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ iPhone 16 സീരീസിലേക്ക് വരുമ്പോഴും നമുക്ക് എല്ലാ ഡിവൈസുകൾക്കും ആക്ഷൻ ബട്ടൺ ഉണ്ട്. സോ ഈ ഒരു മാഗ്നിഫയറിൻ്റെ തന്നെ ഡിക്റ്റേഷൻ മോഡ് എന്ന് പറയുന്ന പുതിയ ഫംഗ്ഷനാലിറ്റിയും ആപ്പിൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഈ ഒരു ആക്ഷൻ ബട്ടണിൽ നിന്ന് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരൊറ്റ ടാപ്പിൽ നമുക്ക് ഡിറ്റക്ഷൻ മോഡിലേക്ക് പോകാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ആ ഒരു ഡിക്റ്റേഷൻ മോഡ് മാഗ്നിഫയറിൽ ഓപ്പൺ ആവുകയും അതിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ വിഷൻ പ്രോ എന്ന് പറയുന്ന ആ ഒരു ഡിവൈസിലേക്ക് നമുക്ക് സിസ്റ്റം വൈഡ് ലൈവ് ക്യാപ്ഷൻ എന്ന് പറഞ്ഞ ഫംഗ്ഷനാലിറ്റിയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ ഫംഗ്ഷനാലിറ്റീസ് എല്ലാം ഏതൊക്കെ ഡിവൈസുകളിൽ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നിലവിൽ നമുക്ക് iPhone XS മുതലുള്ള ഡിവൈസുകളിൽ iOS 18 സപ്പോർട്ട് ചെയ്യുമെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ മറ്റ് ചില ലീക്സും റൂമേഴ്സും പോയിന്റ് ചെയ്യുന്നത് iPhone 11 മേളിലേക്കുള്ള ഡിവൈസുകളിൽ മാത്രമേ ഉള്ളൂ iOS 18 സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. ഈ പറഞ്ഞ ആക്സസിബിലിറ്റി ഫീച്ചേഴ്സിന് പുറമെ നമുക്കറിയാം സിറി വലിയ രീതിയിൽ ഒരു മാറ്റം ആപ്പിൾ ഈ ഒരു iOS 18 കൊണ്ടുവരുന്നുണ്ട്. എസ്പെഷ്യലി LLM ലാർജ് ലാംഗ്വേജ് മോഡൽ ഉപയോഗിച്ച് സിറീനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ക്വറിക്കനുസരിച്ച് അതിന് ആപ്റ്റായിട്ടുള്ള റെസ്പോൺസും അതോടൊപ്പം ഫോളോ അപ്പും നമുക്ക് ഈ പ്രാവശ്യം മുതൽ ഈ ഒരു സിറിയിൽ നിന്ന് ലഭിക്കും. അതോടൊപ്പം തന്നെ വിഷ്വലി നമുക്ക് പല ചേഞ്ചസും, എസ്പെഷ്യലി നമ്മുടെ ഹോം സ്ക്രീനിൽ നമുക്ക് ആപ്ലിക്കേഷൻസ് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്കിപ്പം പ്ലേസ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു പ്രോബ്ലം മാറ്റുന്നു. ആപ്പിൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് സ്പേസിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നമുക്ക് ആപ്ലിക്കേഷൻസിനെ പ്ലേസ് ഓർഡർ ഇല്ലാതെ പ്ലേസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഫംഗ്ഷനാലിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആപ്പിൾ കൊണ്ടുവരുന്നു. അങ്ങനെ കുറേയധികം ഫംഗ്ഷനാലിറ്റീസാണ് iOS 18 വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആപ്പിൾ നിലവിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തേക്കുന്ന iOS 18 വരാൻ പോകുന്ന കുറേയധികം ഫീച്ചേഴ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then,